എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പെട്ടുപോയി. നമ്മൾ സിയിൽ 188 എൻട്രി ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി പെട്ടുപോയി. 1227 രൂപയാണ് നമുക്ക് ലോസ്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 233 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പോയിൻ്റ് അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സി എടുത്ത് ഹോൾഡ് ചെയ്തെന്ന് പറഞ്ഞ് പിയിൽ എടുത്തുകൂടായില്ലല്ലോ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണും ലെവലിലൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നത്തെ ചാർട്ടിൻ്റെ സൂം ഔട്ടിന് എന്തോ ഒരു വിഷയമുണ്ട്, അതാണിങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ 270 ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285 എന്ന് പറയുമ്പോൾ ഒരു ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 274 അങ്ങനെയൊക്കെ ഇനി 270 ബ്രേക്ക് ചെയ്ത് പോകണം, 274ലേക്ക് പോകണത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്താവും, നേരെ താഴത്തോട്ട് പോരും. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 170 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. നമ്മൾ 255 കഴിഞ്ഞിട്ട് 70 വരെ പോയിട്ടുണ്ട്. 255 ആണ് ഓൾമോസ്റ്റ് സേഫ് ആയിട്ടുള്ള ഒരു സോണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ RSIയിൽ ചെറിയ 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷേ 170ക്ക് മുകളിലേക്ക് പോയാലാണ് നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് പോകും എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ഗ്രീൻ ഇത്തിരി മേളിലോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 10 മണിക്ക് ഒരു ടാർഗറ്റ് നമ്മൾ സിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പിയിലാണ് ടാർഗറ്റ് 255 ഹിറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അഗെയിൻ വലിയ ക്യാൻഡിൽ ഡൗൺ ആവും. സിംഗിൾ ക്യാൻഡിലിൽ 284, 283.5 ലെവലിലേക്കായിരിക്കും. നേരെ മറിച്ച് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 170ക്ക് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട്. അപ്പോൾ സമയം ചെയ്തിട്ടുണ്ട്, 1 മിനിറ്റ് കൊണ്ടുണ്ട് അടുത്ത ക്യാൻഡിൽ ക്ലോസ് ആവാൻ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സി പെട്ടുപോയത് റിക്കവർ ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു 100ന് താഴത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് മാറ്റാം. അതർവൈസ് ഈ സ്ട്രൈക്ക് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാം.
ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട്. ഇത് ഞാൻ റോങ് ഡയറക്ഷണൽ ട്രേഡിങ് നമ്മൾ ആവറേജ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോട്ട് സൈസ് കൂടുതലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. സിംഗിൾ ലോട്ടിലാണ് 1200 വരെ ലോസിലേക്ക് പോയത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയാൽ സിംഗിൾ ക്യാൻഡിലിൽ 270 ബ്രേക്ക് ചെയ്താൽ 285 അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്തിട്ടോ പി മൂവ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ലോ തട ഇട്ട് വെക്കാം. 134 എന്നുള്ള ഒരു തട നമുക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു പരീക്ഷണം നടത്താം. അടുത്ത ക്യാൻഡിൽ എന്തായാലും അടുത്ത ക്യാൻഡിൽ ഫോം ആവണം. അല്ലാതെ നമ്മളൊരു കാര്യത്തെപ്പറ്റി തീരുമാനിക്കരുത്. ഒരു ക്യാൻഡിലെ മൂവ് കണ്ടു, ഒരു പിൻബാറ് പോലെ കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മളത് പിൻബാറാകും എന്ന് നമ്മൾ അല്ലെങ്കിൽ എൻഗൾഫിങ് ആവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. 9 സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ താഴത്തോട്ട്, അല്ലാത്ത പക്ഷം ഒരു ലോ ആദ്യം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. 134 ഒരു 144 134 ഒരു ലോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആവറേജിങ് അവിടെ അങ്ങ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ 187 കിടന്നുവെച്ചാൽ നമ്മളുടെ പ്രൈസ് 167 വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ആവറേജിങ്ങും കൂടെ കൊടുത്തു. ഒന്നും കൂടെ ആവറേജ് ചെയ്തപ്പോൾ മാർക്കറ്റ് 160 ആവറേജിങ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ ഇടാൻ പറ്റണം? നമ്മൾ ഓൾറെഡി 2 ഓൾറെഡി എടുത്തു പോയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇനിയൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ നല്ല രീതിയിൽ താഴത്തോട്ട് മാർക്കറ്റ് ഡംപാവും. അപ്പോൾ അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ 2 ആവറേജ് ചെയ്തതെന്ന് വെച്ചാൽ അത് തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല. അതിൻ്റെ ലോവിലേക്ക് അടിച്ചു പോകണേ പൊക്കോട്ടെ, നമുക്ക് റീ എൻട്രി എടുക്കാം. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ താഴത്തോട്ടും, ട്രെൻഡ് റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിൻ്റെ ലോവിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ആവാതെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ ആ മാർക്കറ്റ് 160 170 പോയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അല്ലെങ്കിൽ 160 മാർക്കറ്റ് മുട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് ഇറങ്ങാം. അപ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി അടുത്ത ക്യാൻഡിൽ എന്താണ് സംഭവിക്കണമെന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ 1200 അടുത്ത് ലോസ് പോയ സാധനമാണ്. 682 രൂപയിലാണ് ലോസ് നിൽക്കുന്നത്. ഹാഫ് ഓഫ് ദ പോർഷൻ നമ്മൾ റിക്കവർ ചെയ്തു. ഇവിടെ ഇറങ്ങിയാലും നമുക്ക് ലാഭമാണ്. 528 രൂപ ലോസാണ്, അവിടെ ഇറങ്ങിയാലും നമുക്ക് ലാഭമാണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെക്കാം. എങ്ങാനും താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് അടിച്ചാലും നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാനായിട്ട് പറ്റണം. കാരണം എന്ത് സംഭവിക്കാം, 2 ഡോജി ക്യാൻഡിൽ വരെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് അങ്ങനെ വരും. 2 ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് കണ്ടിന്യൂഷൻ താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കയറി പോകാനാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ കയറി പോകേണ്ടതാണ്. കയറി പോകാനാണെങ്കിൽ മാർക്കറ്റ് പണ്ട് ഈ ക്യാൻഡിൽ തന്നെ 160 കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് മാർക്കറ്റ് വരേണ്ടതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന തീരുമാനത്തിൽ എന്തോ ഒരു ദുരുദ്ദേശം മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്തത് 3 ലോട്ടോട് കൂടി ലോസിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്ക് ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെക്കാം. കയറുവാണെങ്കിൽ ഈ ക്യാൻഡിൽ എന്താ പറയണ്ടേ, 160 വരണം. അപ്പോൾ അത് 153 പോയി. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, നമ്മുടെ കുറച്ചും കൂടെ കയറ്റി അതിൻ്റെ ഓപ്പൺ പ്രൈസിലേക്ക് വെക്കാം. കാരണം എന്തോ ഒരു സംതിങ് ബാഡ് സ്മെല്ല് അവിടെ അടിക്കുന്നുണ്ട്. ഒരെണ്ണം എക്സിറ്റായി. കാരണം ഈ 270 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ അടിക്ക് 285 പോകും. നമുക്ക് പണി കിട്ടാൻ പാടില്ല. നമ്മുടെതെല്ലാം SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 500 രൂപ വന്നപ്പോൾ ഇറങ്ങായിരുന്നു, 600 രൂപ വന്നപ്പോൾ ഇറങ്ങായിരുന്നു. പക്ഷെ അവിടെ എന്തോ സംതിങ് ഡിഫറെൻറ്റ് കണ്ടപ്പോഴാണ് നമ്മൾ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒന്ന് കയറ്റി വെച്ചത്. അപ്പോൾ എന്തായി, ആവറേജ് ചെയ്ത 2 ലോട്ടും നമുക്ക് സേഫായി. കാരണം കയറി പോകാനായിരുന്നെങ്കിൽ ആ ക്യാൻഡിൽ കയറി പോയേനെ. അപ്പോൾ അതവിടെ ഇങ്ങനെ
അനങ്ങാതെ നിന്നപ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട്, എന്തോ ഒരു പണി അവിടെ നടത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഡൗട്ട് നമുക്ക് വന്നുകൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്ത് നോക്കിയേ, അത് താഴത്തോട്ട് ഓൾറെഡി വന്നിട്ട് 134 വീണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് 270. ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ 270 ബ്രേക്ക് ചെയ്താൽ 285 മാർക്കറ്റ് പോകുന്നത്. 233 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നിലവിലെ പിയുടെ മൂവ്മെൻറ്റ് ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ വരേണ്ട ക്യാൻഡിലാണ്, നോർമൽ വ്യൂ ആയിരുന്നെങ്കിൽ. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കിയേ, 1475 ലോസ് നിൽക്കുന്നത്. അത് ഓൾറെഡി 500 രൂപയിലൊക്കെ വന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാനവിടെ എന്താ പറയണ്ടേ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മുടെ നഷ്ടങ്ങളല്ല വലുത്. ഈ നഷ്ടങ്ങൾ ഉച്ചക്കോ എപ്പോഴെങ്കിലും ഒരു ട്രേഡ് ചെയ്ത് ഒരു 7 ലോട്ടിൽ നമുക്ക് ട്രേഡ് ചെയ്ത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ ലൈവിൽ വരാൻ പോകുന്ന ക്യാൻഡിൽ ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യുന്ന രീതികൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. റിവേഴ്സ് ആയിരുന്നെങ്കിൽ ഈ ക്യാൻഡിലിൽ റിവേഴ്സ് ആയേനെ. ഇപ്പം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് പോകുന്നുമില്ല. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നേരെ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് 269 നിൽക്കുന്നത്. 270 134 ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ വിക്ക് താഴത്തേക്ക് അടിക്കും. അത് 285 284 പി പോയി നിൽക്കുന്നത്. അതാണ് 2 ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചില സമയത്ത് വരാറുണ്ട്. 270 ക്യാൻഡിൽ 134 താഴത്തോട്ട് ക്ലോസ് ആവുന്നുമില്ല. ഇതൊക്കെ ഓരോരോ പാഠങ്ങളാണ്. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ ആവും, അകലും, അടുക്കും അകലും, അടുക്കും അകലും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് അവിടെ ചെയ്തത്. 272 274 അപ്പോൾ 2008 ഒരൊറ്റ വിക്ക് താഴത്തേക്ക് ഇതങ്ങ് അടിച്ചാൽ മതി, സാധനം 284 വരെ പോകാം. കാരണം 284 ബ്രേക്ക് ചെയ്താൽ പിന്നെ 300 പോയി നിൽക്കത്തുള്ളൂ. $273 $274. പക്ഷെ അപ്പുറത്ത് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല, വോളിയം കുറവാണ് പിയിൽ കയറുന്നത്. 124 126. അപ്പോൾ 2048 നിലവിൽ അതിൽ ലോസ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ 3 ലോട്ടിൽ വേണം ആവറേജ് ചെയ്യാനായിട്ട്. 285 ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് പോയാൽ 300 ബ്രേക്ക് ആവും. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാതെ റിവേഴ്സ് ആവുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 285 284 283 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത്. രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ നമ്മൾ വരച്ച 134 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവുന്നുമില്ല. 1.26 ഉണ്ട് അടുത്ത ടൈം ഫ്രെയിം വരാനായിട്ട്. $168 നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ആവും കേട്ടോ. 1 മിനിറ്റ് കൊണ്ടുണ്ട് അടുത്ത ടൈം ഫ്രെയിം ഓപ്പൺ ആവാൻ. ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വല്ല പിൻബാറാണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കണം. അടുത്ത ക്യാൻഡിൽ ഫോം ആവാനായിട്ട് 42 സെക്കൻഡ് കൂടെ ഉണ്ട്. ഇന്ന് ചാർട്ട്
ഈ സൂം ഔട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, അത് കാരണം ചെറിയൊരു അടുത്ത ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അപ്പം ആദ്യം ചെറിയൊരു ലോ വരണം. എന്ത് ചെയ്തു, അവിടെ ഒരു ബൈ എടുത്തപ്പോൾ 155 വീണ്ടും ഒരു ബൈ എടുത്തു. അപ്പോൾ അത് അടുത്ത ബൈ എവിടെ കൊടുക്കാം, എൻട്രി പ്രൈസ് 134 ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴും ഇപ്പം തിരിച്ച് കയറും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇടും, പിന്നെ നമ്മളൊരു 2 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ആ 2 ലോട്ട് വീണ്ടും നിലവിലുള്ളതിൻ്റെ താഴെ എന്തായി സ്റ്റോപ്പ് ലോസ് ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ബ്ലൂ ലൈൻ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് 2000 പോയ സാധനം വീണ്ടും തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ എടുത്തു വെച്ചേക്കണ എൻട്രി പ്രൈസിലേക്ക് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കുറച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ 2 ലോട്ട് ആവറേജ് ചെയ്യുന്നത് എപ്പോഴും കയറ്റി വെക്കണം. അപ്പോൾ ലോസ് 1230 ചുരുങ്ങിയിട്ടുണ്ട്, 1030 ചുരുങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 149 വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇറങ്ങാം, പ്രശ്നങ്ങളില്ല. ഇപ്പം നമ്മൾ എവിടെയാണോ 2 ലോട്ട് ആവറേജ് ചെയ്തത് ആ ആവറേജിങ് പ്ലേസിൽ തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കണേ. കാരണം 100 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രൈക്ക് മാറേണ്ടി വരും. അപ്പോൾ 138 ലോസ് 710 ചുരുങ്ങി, 143 ചുരുങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് താഴത്തെ ആവറേജ് ചെയ്തത് കുറച്ചും കൂടെ കയറ്റി വെച്ചു. ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം, എങ്കിലേ മാർക്കറ്റ് താഴത്തോട്ട് പോരത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഈ കോസ്റ്റ് ടു കോസ്റ്റ് ഭാഗത്തേക്ക് 2 ലോട്ട് ആഡ് ചെയ്ത് കയറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 275 ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 284 ഒരു ഒറ്റ വിക്ക് അടിക്കും. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് നിലവിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്ത് താഴത്തോട്ട് കൂട്ടത്തിൽ വരുന്നതിൻ്റെ റീസൺ. ഇപ്പോൾ ഈ 1105 നമ്മൾ എക്സിറ്റ് ആയാലും നമുക്ക് ലാഭമാണ്. അത് 149 കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും നമുക്ക് ലാഭമാണ്. അത് നേരെ തിരിച്ച് മുകളിലോട്ട് പോയാൽ 187 വരെ വന്നാലും നമുക്ക് ലാഭമാണ്. ഇപ്പോൾ 155 ഒരു റിജക്ഷൻ ഉണ്ട്, 155 159 ഒരു റിജക്ഷൻ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 149 155 159 നമുക്ക് വരുമോ എന്ന് നോക്കാം. ലോസ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. വീണ്ടും നമ്മുടെ 2 എണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴത്തോട്ട് പോയി. കയറ്റി വെച്ചത് സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായി 1900 നമുക്ക് ലോസാണ് കേട്ടോ. അപ്പോൾ എന്തായി സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, അത് എക്സിറ്റ് ചെയ്തു. 194 ഒരു സ്ട്രൈക്ക് ഉണ്ട്, അതാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കണേ. അപ്പം നമ്മൾ ചെറിയ പോയിൻ്റ് അവിടെ നിന്ന് ഒപ്പിച്ചു. 2000 അടുത്ത് മാർക്കറ്റിൽ ലോസ് ഉണ്ട്, അതൊന്ന് കയറിയിട്ട് അതേപോലെ തന്നെ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയെടുത്ത് വീണ്ടും താഴത്തോട്ട് വെച്ചിട്ട് സ്ട്രൈക്ക് മാറ്റി. കാരണം ഈ 290 285 എന്നുള്ളൊരു ലെവല് ആ പിയിൽ കിടക്കുന്നതുകൊണ്ടാണ് കൺഫേം ആയിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് നമ്മൾ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യാമായിരുന്നു. ഈ ഒരു 290 ലെവൽ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൽ 2 മിനിറ്റിലേക്ക് RSI ഒന്ന് ഡൈവേർട്ട് ആക്കിയിട്ടുണ്ട്.
ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലോട്ട് എടുക്കണം. $276.5 പി നിൽക്കുന്നത്. ഒറ്റ ബ്രേക്കൗട്ട് അടിച്ചാൽ ഓക്കെ. നമുക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 3 ലോട്ടിൽ അടുത്ത ബൈ അങ്ങ് നടത്തി. $2000 ഇപ്പോൾ ലോസിൽ നിൽക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് നമ്മുടെ 2 ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇത് ഡെൽറ്റ വാല്യൂ മാറി നിൽക്കുന്നതാണ്. വീണ്ടും എന്ത് ചെയ്ത് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരു ആവറേജ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആവറേജ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ $2000 നമ്മുടെ ലോസ്. സാധാരണ നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ആ വഴിക്ക് പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് അതിനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 290 എന്നുള്ളൊരു ലെവൽ മാർക്കറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ പേടിച്ചാണ്, പേടിയൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടൊരു വ്യൂ വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ആവറേജിങ്ങോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ലെവല് ഓൾമോസ്റ്റ് ഒരു സോൺ നമുക്ക് വരച്ചിടാം. ഈ ഒരു സോണായിരിക്കും എൻ്റെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ റിജക്ഷൻ എവിടെയാണ്, 225. ആ 225 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സോണിലേക്കോ 257 ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. 5 മിനിറ്റിൽ ഓൾമോസ്റ്റ് RSI ഡൗണിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 2 ലോട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ RSI എവിടെ പോയി ക്രോസ് ഓവർ ആവുന്നോ അവിടെ ആയിരിക്കും നമ്മൾ ആവറേജ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 257 സോണിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ $2000 ലോസ് 1400 ചുരുങ്ങിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് മാൻ ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ റിജക്ഷൻ പറഞ്ഞത് 220 ആണ്. 220ൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സോണിൽ എത്തുമ്പോഴത്തേക്കുമായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ലോസ് 1000 രൂപയാണ്. 2000 രൂപയായിരുന്നു നമ്മുടെ ലോസ്. ഇപ്പം നമ്മുടെ ലോസ് 990 ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ 320 റിജക്ഷനായി നിൽപ്പുണ്ട്. ആ റിജക്ഷൻ ഒന്ന് കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 257 അല്ലെങ്കിൽ ആ ഒരു സോൺ ഭാഗത്തേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ലോസ് 1000 രൂപ എടുത്ത് നമ്മളുടെ ലോസ് ഉള്ളൂ. കാരണം 219 റിജക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സോണിലേക്ക് നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ലോസ് 700 രൂപയുള്ളൂ നമ്മുടെ ലോസ്. ഇപ്പോൾ 600 രൂപ ലോസുള്ളൂ. ഇപ്പോൾ 500 രൂപ ലോസുള്ളൂ. ഓക്കെ, നമ്മൾ 2000 രൂപ ലോസിൽ നിന്ന് 2000 രൂപ പ്രോഫിറ്റിലേക്ക് തിരിച്ച് കയറി. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഇവിടെയാണ് പറഞ്ഞത്. അപ്പം നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു 2 ലോട്ട് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ റിജക്ഷൻ ഉണ്ട്. ഓക്കെ, 2 ലോട്ട് നമ്മളവിടെ സെല്ല് ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, നമുക്ക് കയറ്റി
കൊണ്ടങ്ങ് വെക്കാം, ഇതിൻ്റെ ടിപ്പിൽ കൊണ്ടങ്ങ് വെക്കാം. കയറി പോകണം, ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, കയറിപ്പോയാൽ അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ 2000 രൂപ ലോസ് നമ്മൾ 2000 രൂപ പ്രോഫിറ്റിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. താഴത്തോട്ട് വന്നാൽ എനിക്ക് വേണ്ടാന്നേ, കാരണം ആവറേജ് ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിറ്റ് ചെയ്തിട്ടില്ല, ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ എന്തായി, നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം പണിക്കാശ് ഇരട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു ഡോട്ടിൽ, ഈ ഒരു ഡോട്ട്, ഈ ഒരു ബ്ലൂ ലൈൻ, ആ ഒരു ലെവലിലാണ് ഇവിടെ ഒരു റിജക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയത്. എക്സിക്യൂട്ടീവ് ആവാനായിട്ട് വൈകിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നത്. നേരെ മറിച്ച് അത് റെഡിലേക്ക്, ഈ ഒരു സോണിലേക്ക് പോകില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എത്തുന്നതിന് മുമ്പേ അവിടെ ഇറങ്ങണം. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങി എന്നുള്ളത് ഈ സ്ക്രീനിൽ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട് അവിടെ ഇറങ്ങി എന്നുള്ളത് ആ സ്ക്രീനിൽ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. കണ്ണ് അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്താൽ, നേരെ ഇപ്പുറത്ത് നോക്കിയാൽ മനസ്സിലാവും. നേരെ 230 വന്ന് SMA വിത്ത് വൈറ്റ് ഡോട്ടിൽ ആ ഒരു ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് റിജക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത്. ഈ ഒരു സെയിം പ്രൊസീജിയർ ഇന്നലെയും ചെയ്തായിരുന്നു. ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ലോ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇടിച്ചു. അപ്പോൾ നമ്മളുടെ ഇപ്പുറത്ത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലായിരുന്നു, ഇപ്പുറത്ത് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലായിരുന്നു. സാധനം ഈ ഒരു ലെവലിലേക്ക് വരും എന്ന് നമുക്കറിയാം, അറിയായികയൊന്നുമില്ല. പക്ഷെ നമ്മളെന്താണ്, ആ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫൈനൽ ടാർഗറ്റാണ് ഈ പറയുന്ന സോണിലുള്ളത്. ഇപ്പം ഇട്ടിരുന്നെങ്കിൽ 3000 4000 ഒക്കെ മാർക്കറ്റിലായേനെ, അത് വേറെ കാര്യം. ഫസ്റ്റ് ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് എന്ന് നമ്മളൊരു വാക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ RSI 5 മിനിറ്റിലൊക്കെ തിരിഞ്ഞു വരുന്നുള്ളൂ. നമ്മളപ്പോൾ എന്ത് ചെയ്ത് അത് കുറച്ചും കൂടെ നാനോ ആക്കിക്കൊണ്ട് 2 മിനിറ്റിൽ ഏകദേശം ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് 244 ആണ്, ഓൾമോസ്റ്റ് സോണാണ് നമ്മളുടെ ടാർഗറ്റ് ഉള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആകാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ 2000 ലോസിലേക്ക് പോയ സാധനമാണ് നമ്മൾ 2000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിച്ചു. അവിടെ ടെൻഷൻ ഉണ്ടായില്ല, കുറച്ച് കാര്യങ്ങൾ പ്ലാനോട് കൂടി ചെയ്തു, ലോസ് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രോഫിറ്റ് കിട്ടിയ ഉടനെ അങ്ങ് നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ ഒരു വരച്ചിട്ട ഭാഗത്ത് ഒരു 2 ലോട്ട് 4 ലോട്ടും കൂടെ ആഡ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ ഓക്കെ, നമ്മളൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റിയും ഒരു പഞ്ച്വാലിറ്റിയും ഒരു ഡിസിപ്ലിനൊക്കെ വേണ്ടേ. ഇപ്പോൾ മാർക്കറ്റ് എൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ടിപ്പിലാണ്. അപ്പോൾ അടുത്ത തവണ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് 250.82 ചെന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് ടിപ്പ് ചെയ്യും. അവിടെ നിന്ന് ഈ RSI 5 മിനിറ്റിൽ കറങ്ങി തിരിഞ്ഞ് മേളോട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് പ്ലേസ് എവിടെയായിരിക്കും? 315 ആയിരിക്കും അടുത്ത ടാർഗറ്റായിട്ടുള്ള പ്രൈസ് വരുന്നത്. അത് 5 മിനിറ്റിൻ്റെ RSI ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോട്ടമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് എഗെയിൻ ഒരു 190ലേക്ക് മേ ബി ഫാൾ ആവാം. അപ്പോൾ അവിടെ നിന്ന് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ SMAയിൽ മുട്ടിയപ്പോൾ ആദ്യത്തെ ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനൊക്കെ കണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സേഫസ്റ്റ് സോണിൽ നമ്മൾ ഇറങ്ങിയത്. അതായത് സിംഗിൾ ചാർട്ട് നോക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ നമ്മൾ ഇറങ്ങിയ സ്ഥലം ഒന്നും അല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ആ ഒന്നും അല്ലാത്ത സ്ഥലം എന്താണെന്ന് നമ്മൾ P എന്നാണ് മനസ്സിലാക്കിയെടുത്തത്. Pയിൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത കറക്റ്റ് വിക്ക് ഡോട്ട് മഞ്ഞ ലൈൻ SMA ആ ലെവലൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഇപ്പുറത്ത് ടാർഗറ്റ് മനസ്സിലാക്കി ഇറങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ചാർട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ. ഇത് ഒരു തിരക്കുമില്ല, വൈകിട്ടാണെങ്കിലും 250 എത്തിയാൽ മതിയെന്നേ, നമുക്ക് എന്താ തിരക്കുള്ള ഒരു തിരക്കുമില്ല.
അപ്പം ഈ ടാർഗറ്റിലേക്ക് എത്താതെ ഇടക്ക് വെച്ചിട്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളതിന് ഉത്തരമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. നമ്മളുടെ ടാർഗറ്റ് ഈ ഒരു സോണാണ്. അപ്പോൾ ആ സോണിലേക്ക് മാർക്കറ്റ് എത്തിയില്ല. അപ്പോൾ ഇനിയെങ്കിലും തിരിച്ചു വരും എന്നും പറഞ്ഞിട്ട് ആൾക്കാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വരില്ല എന്നൊന്നും നമ്മൾ പറയില്ല. ചിലപ്പോൾ വീണ്ടും എഗെയിൻ നമ്മളെടുത്ത സ്ഥലത്തേക്കൊക്കെ പോയിട്ടേ മാർക്കറ്റ് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ചെയ്ത് പോകണം. വരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എത്തണേന് കുറച്ച് മുമ്പ് ഒരു 10 പോയിൻ്റ് ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളതും കൂടെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. സോണിലേക്ക് വരുന്നില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല, വരും. പക്ഷെ നമുക്ക് അത്രയും വേണ്ട. അതിന് മുമ്പേ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ സേഫസ്റ്റ് ഒരു ടാർഗറ്റിൽ എക്സിറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് എത്താൻ ഇത്ര മടി? അടുത്ത ക്യാൻഡിലെങ്കിലും ഒരു വിക്ക് ഈ സോണിലേക്ക് അടിച്ചിരുന്നെങ്കിൽ 248 സോണിലേക്ക് അടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഹാപ്പിയായിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യായിരുന്നു. അപ്പം നമ്മളവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കണം. എന്തായാലും അത് എത്തും 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 എന്നുള്ളൊരു ഹാപ്പി നമ്മുടെ മനസ്സിലുണ്ടാവണം. നേരെ മറിച്ച് അത് ഡൗണായി പോകുമോ എന്ന് വെച്ചാൽ പോകായികയില്ല. കാരണം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വലുത് വന്നു, റെഡ് ക്യാൻഡിൽ നേരെ ഒരെണ്ണം ചെറുത് വന്നു. ആ സമയത്ത് കംപ്ലീറ്റ് ആൾക്കാരും പേടിച്ചിട്ടിട്ട് പോവും. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഇത് മാറിയും മറിച്ചും വരുന്നതാണ് ഒരു ട്രേഡിംഗ് ചാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 മിനിറ്റിൽ RSIയുടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇത് ആദ്യത്തെ റിജക്ഷൻ ഈ ഒരു 244 248 റിജക്ഷനായിട്ട് ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാലാണ് നമുക്ക് വൈകിട്ടത്തോടു കൂടി 315 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അതർവൈസ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെയുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ 235 238 247 ഓൾമോസ്റ്റ് നമ്മുടെ സോൺ 248 നമ്മൾ പറഞ്ഞത്. കറക്റ്റ് 247. നമ്മൾ 244 48, അതായത് യെല്ലോ ലൈൻ കുറച്ചൊന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2 സോണാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെയും ഇപ്പുറത്തെ ക്യാൻഡിലിൻ്റെ വിക്കിനെ ബോഡി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിറ്റ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഒരു 195 ടച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുക്കുക, ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പൊക്കത്ത് ഇട്ടിട്ട് വൈകുന്നേരം വരെ കയ്യും കെട്ടിയിരിക്കുക. ഈ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കയറിയതും ആവറേജ് ചെയ്തതും 195 എന്നുള്ള കാര്യം ആലോചിക്കണം. ഇത് മെജോറിറ്റി പോർഷൻ എക്സിറ്റ് ആവേണ്ട പ്രൈസാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വൈകിട്ടത്തോടു കൂടി 315 ഭാഗത്തേക്ക് എത്താം. ഇല്ലെങ്കിൽ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവാം. അപ്പോൾ എനിവേ നമ്മുടെ ആവറേജിങ് വീഡിയോ എത്തുമെന്ന് അറിയാമെങ്കിലും ഞാൻ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇറങ്ങിയതാട്ടോ. ഒറ്റക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോ കുറച്ച് തകിടം മറിച്ചിട്ടോ ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിനും ഒരു കൃത്യതയും വേണ്ടതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ള കോൺഫിഡൻറ്റ് മെജോറിറ്റി ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് എന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അന്ന് നമ്മൾ പ്രോഫിറ്റബിളിലേക്ക് എത്തിത്തുടങ്ങും. അപ്പോൾ മാർക്കറ്റിൽ എവിടെ കയറണം, എങ്ങനെ ഇറങ്ങണം, നമ്മൾ ഒറ്റ പ്ലാനേ കിട്ടുള്ളൂ. ഈ ഒരു 248 എന്നുള്ള ആവറേജ് 243 48, അപ്പോൾ 47 കറക്റ്റായിട്ട് SMA വിത്ത് ബോഡിയിലേക്ക് ഹിറ്റ് ചെയ്തു. നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഇറങ്ങി മാർക്കറ്റ് ഇതേ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു W പാറ്റേൺ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റബിളൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ഹോൾഡിങ് നമുക്ക് കിട്ടുമെന്നാണ് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഒരു ലോങ് ഹോൾഡിങ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? RSI ഇനി റീക്രോസ് ഓവർ ആവണം, എന്നാൽ മാത്രമാണ് ഒരു ലോങ് ഹോൾഡിങ് കിട്ടത്തുള്ളൂ. എനിവേ